ഡോക്ടർ, ഈ വവ്വാലിൻ്റെ അല്ലാതെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നും അടക്കം നിപ്പ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? അതായത് നമ്മൾ ബംഗ്ലാദേശിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പന്നികളാണ് നമ്മൾ ഹോസ്റ്റ് ആയിട്ട് ആക്ച്വലി കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പൊ വന്ന നിപ്പ കേസുകൾ നമ്മൾ വന്ന മലപ്പുറം ജില്ലയിലെ ആ, ഈ പറയുന്ന മാതിരി ബാറ്റ് റൂസ്റ്റേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് ബാറ്റിനകത്ത് ഈ വൈറസിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മൾ അവിടെയുള്ള എല്ലാ ഡൊമസ്റ്റിക് അനിമൽസിനെയും നമ്മൾ സാധാരണ ഈ ഒരു കേസ് വരുമ്പോൾ നമ്മൾ സർവൈലൻസ് നടത്തും. അതിന്റെ സാമ്പിള് മറ്റു വെറ്റിനറി വിഭാഗം കളക്ട് ചെയ്ത് നമ്മൾ ആ സാമ്പിൾ ടെസ്റ്റിങ്ങിന് വിടാറുണ്ട്. പക്ഷെ നമുക്ക് ബാക്കി ഒന്നും ഇതുവരെ നമുക്കൊരു വൈറസിന്റെ സാന്നിധ്യം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ് പന്നികളാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന പട്ടികൾ, ഇതിലൊക്കെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ അതിലൊന്നും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് വീട്ടിലെ ഒരു നിപ്പ വരുന്നു, അത് എത്ര ദിവസം കൊണ്ട് മറ്റൊരാളിലേക്ക് അതിൻ്റെ രോഗാണു എത്തും? എങ്ങനെയൊക്കെയാണ് എത്താനുള്ള സാഹചര്യങ്ങൾ? അത് നമുക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ബാറ്റിൽ നിന്ന് നമുക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 4 മുതൽ 21 ദിവസം 14 ദിവസം വരെ അതിനകത്ത് ഈ രോഗി ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷെ ഒരാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 21 ഡേയ്സ് ആണ്. അപ്പൊ 21 ദിവസം നമ്മൾ ഈ വവ്വാലിന്റെ ഇത് കൊണ്ട് നമുക്ക് ഇത് വരികയോ അല്ലെങ്കിൽ ഈ നിപ്പ വന്ന ഒരാളുടെ സമ്പർക്കത്തിൽ നിന്ന് നമുക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺടാക്ട്സിനെ നമ്മൾ പ്രൈമറി കോൺടാക്ട്സ് ഹൈ റിസ്ക്കും ലോ റിസ്ക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. അതായത് അവർ ആ രോഗിയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു, അതായത് അവർക്ക് ഈ ചിലപ്പോൾ ഛർദിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഛർദിച്ച് ആ ഇത് കോരിക്കളയുകയും അവർ ഉപയോഗിച്ചിരുന്ന തുണികളും ഇതും നമ്മൾ കഴുകുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തൊക്കെയാണോ അവർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ, അതായത് മാസ്കും ഗ്ലൗസും ഒന്നും ഉപയോഗിക്കാതെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറൈസേഷൻ ചെയ്യും. ഹൈ റിസ്ക് ലോ റിസ്ക് എന്നുള്ള കാറ്റഗറൈസേഷൻ ചെയ്യും. അപ്പം ഇവരെ നമ്മൾ ക്വാറന്റൈനിൽ, അതായത് 21 ദിവസം ഇവരെ ക്വാറന്റൈനിൽ ഇരുത്തിക്കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ശ്വാസ ഇതായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പനി തലവേദനയായിട്ട് അവസ്മാരം അതിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ചുമയോ ജലദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ ടെസ്റ്റിങ്ങിന് വിധേയമാക്കും. അപ്പൊ 21 ദിവസം വരെയാണ് ഈ കോൺടാക്ട്സിന് നമ്മൾ ക്വാറന്റൈനിൽ ഇരുത്തുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു നിപ്പയുടെ ഇത് ഫുൾ കഴിഞ്ഞു എന്നുള്ളത് ഡബിൾ ദ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് 42 ദിവസം കഴിഞ്ഞാലാണ് പിന്നീട് ഒരു കേസ് വന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അത് നിപ്പ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും ആ ഏരിയ. ശരി ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഒരു നിപ്പയുടെ ഒരു സാധാരണ ലക്ഷണം, അത് ഏത് ഘട്ടത്തിലാണ് ലക്ഷണം പുറത്തു വരുന്നില്ല? ആദ്യ ഘട്ടത്തിൽ തന്നെ നിപ്പയുടെ ലക്ഷണങ്ങളൊക്കെ ഒരാളുടെ ശരീരത്തിലേക്ക് കണ്ടുവരുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഒരു രോഗിയിനകത്ത് ഈ നിപ്പ വൈറസ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പൊ ചിലപ്പോൾ തുടക്കത്തിൽ പനിയോ തലവേദനയോ ആയിട്ടായിരിക്കും രോഗി പ്രസന്റ് ചെയ്യുക. പക്ഷെ ചില സമയങ്ങളിൽ നമ്മളിത് പനിയും ചുമയും ജലദോഷവും മാത്രമാണെങ്കിൽ ചിലപ്പോൾ രോഗി കൃത്യമായി ആശുപത്രിയിൽ എത്താത്ത ഒരു ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വേഴ്സൺ ചെയ്ത് ശ്വാസതടസ്സം മാതിരി വരും. ചിലപ്പോൾ രോഗിക്ക് ന്യൂമോണിയ മാതിരിയുള്ള ശ്വാസമുട്ടൽ മാതിരിയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. അതല്ല, അത് ചിലപ്പോൾ തലച്ചോറിനെയാണ് ബാധിക്കുന്നതെങ്കിൽ രോഗിക്ക് പനിയോടൊപ്പം തന്നെ അപസ്മാരം മാതിരിയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് രോഗി പറയുന്നത് വളരെയധികം ക്ഷീണമാണ്, പിന്നെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാം, ഒരു ഡിസോറിയന്റഡ് ആയിട്ട്, അതായത് ഒരു മനസാന്നിധ്യം നഷ്ടപ്പെട്ട രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ലാതെയും അവർക്കൊരു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിപ്പയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, ഇവര് ഈ പറയുന്ന ഏരിയകളിൽ നിന്ന് എവിടുന്നെങ്കിലും ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സാധാരണ നോക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സർവൈലൻസ് ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ARDS ആയിട്ട് വരുന്ന കേസസ്, അതായത് സിവിയർ ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാം, പെട്ടെന്ന് രോഗിക്ക് ശ്വാസതടസ്സം വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർ സാധാരണ ആദ്യമേ ആശുപത്രിയിൽ എത്തുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും വൈറൽ പാനൽ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യും. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ ടെസ്റ്റിങ്ങും നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. നിപ്പയും കൂടെ നമ്മൾ അതിനകത്ത് റൂൾ ഔട്ട് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ഇതിലൊന്നും നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ സാധാരണ നമ്മുടെ ഇതിൽ നിന്ന് ബാക്ടീരിയൽ എക്സാമിനേഷൻ ചെയ്യുന്ന മാതിരി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്ത് അമീബ സാന്നിധ്യം കൂടി ഇല്ല എന്നുള്ളതും കൂടെ നോക്കും. അപ്പൊ ഇത്തരം സർവൈലൻസ് ആക്ടിവിറ്റീസ് ഫീൽഡിൽ കൃത്യമായി നടക്കുന്ന ഇതിലാണ് ഇതിൽ കിട്ടുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് വന്നൊരു കേസിനകത്ത് ഒരു ഡെഡ് ബോഡി വന്നതിനകത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു ലക്ഷണങ്ങളുമായിട്ടല്ല രോഗി പ്രസന്റ് ചെയ്തത്. അവർ കുറച്ച് ഡിസോറിയന്റഡ് ആയിരുന്നു, പക്ഷെ വന്നു
പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാമ്പിൾസ് കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിപ്പ ടെസ്റ്റ് ചെയ്തത്. അപ്പൊ അത് പോസിറ്റീവായി വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയ്ക്കും എല്ലാവർക്കും അവയർനെസ് കൊടുക്കുന്നത് അനുസരിച്ച് നമ്മുടെ സർവൈലൻസ് കൂടുതൽ, നമ്മൾ കേസസ് കൂടുതൽ കണ്ടുപിടിക്കുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിപ്പ കണ്ടു കഴിഞ്ഞാൽ ആ എപ്പി സെന്ററിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫീവർ സർവൈലൻസ് ചെയ്യും. വെച്ചാൽ ആ ഫീൽഡിൽ ആ ഏരിയയിൽ എവിടേക്കാണോ ഉള്ള വീടുകളുടെ നമ്പർ എടുത്തു എല്ലാ വീടുകളിലും ആരോഗ്യ പ്രവർത്തകർ പോയി സന്ദർശിച്ചതിന് ശേഷം അവിടെ ഏതെങ്കിലും കേസസ് ഫീവറുമായിട്ട് വന്നിട്ടുണ്ടോ, ആ ഫീവർ കേസ് ഇതുമായിട്ട് എന്തെങ്കിലും, അതായത് ഈ പറഞ്ഞ രോഗി പോയ സമയത്ത് ആശുപത്രി, അതിനാണ് നമ്മൾ റൂട്ട് മാപ്പ് യൂഷ്വലി ഇടുന്നത്. ഈ രോഗി പോയ സമയങ്ങളിൽ ഇവിടെ അവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ രോഗിയുമായിട്ട് വേറെ എന്തെങ്കിലും സമ്പർക്കം ഉണ്ടായിരുന്നു, അവർക്ക് ഈ അസുഖമുള്ള സമയത്ത് ഇവരെ രോഗി സന്ദർശിച്ചിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റൂട്ട് മാപ്പിൽ ക്ലിയർ ആയിട്ട് പറയും. അപ്പം അതിനനുസരിച്ച് നമ്മൾ വരുന്ന എല്ലാ ഫീവർ കേസും സർവൈലൻസിൽ വെക്കും. ഇതിൽ ഏതെങ്കിലും ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണെങ്കിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവരെ ഈ പറയുന്ന ടെസ്റ്റുകൾക്ക് വിധേയമാക്കും.